ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അവരാരും വിചാരിച്ചിട്ടില്ല നേരം വെളുക്കുമ്പോൾ നമ്മളിങ്ങനെ മൃതദേഹങ്ങളായി ഒഴുകി ഓരോരോ ജില്ലകളിൽ വീതം എത്തുമെന്നും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വീതം രക്ഷാപ്രവർത്തകർ മുങ്ങിയെടുക്കുമെന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ചൂരൽമല, വെള്ളാർമല, GVHSS എന്നൊരു ദുരന്ത ഭൂമിയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ പഠിച്ചു വളർന്നവരും ഇപ്പോൾ പഠിച്ചു വളർന്നവരുമാണ് ഉരുൾപൊട്ടി എത്തിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരിൽ കൂടുതലും. വെള്ളാർമല സ്കൂളിലേക്ക് മണ്ണും ചെളിയും അടിഞ്ഞു കയറിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവൻ പോയതറിഞ്ഞ് വിലയുകയാണ് അധ്യാപകരും. ആധിയോടെ സഹപ്രവർത്തകരെ വിളിക്കുകയാണ് പലരും. 17 കൊല്ലമായി വെള്ളാർമല GVHSS സ്കൂളിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ് നെഞ്ച് തകരുകയാണ്. ഇനി ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളും അവരുടെ രക്ഷിതാക്കളും വേണ്ടപ്പെട്ടവരുമാണ് മരിച്ചു വീണതും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതും. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരാണവർ. അവർക്കിടയിൽ കളിച്ചും ചിരിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞപ്പോൾ 17 കൊല്ലമാണ് പോയത്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഉണ്ണിമാഷ് കണ്ടമിടറിയാണ് മാധ്യമങ്ങളോട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചൂരൽമല നിവാസികളുടെ സ്നേഹത്തിന് മുന്നിൽ സ്വന്തം നാടിനെ പോലും ഉപേക്ഷിച്ച് 17 വർഷമായി ഇവിടെ തന്നെ സേവനം തുടരുകയാണ് മനുഷ്യൻ. 26 അധ്യാപകരുള്ള ഈ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സർവീസ് ഉള്ളതും ഉണ്ണിമാഷിനാണ്. പുഴയുടെ അരികിലായിരുന്നു ആ വിദ്യാലയം. മനോഹരമായിരുന്നു. എന്നാൽ ഒറ്റ രാത്രി കൊണ്ടൊരു ദുരന്ത ഭൂമിയായി മാറുകയാണ് ചെയ്തത്. എല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണ്. പഴയ ആ സ്കൂൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആരവിടെ താമസിക്കും? എങ്ങനെ അവിടെ പഠിക്കും? എങ്ങനെ പഠിപ്പിക്കും? ദുരന്ത ഭൂമിയല്ലേ അത്? ഇന്നത് വിദ്യാലയമല്ലല്ലോ. അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞപ്പോൾ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു. സ്കൂളിനടുത്ത് തന്നെ ഷീറ്റ് മേഞ്ഞ ഓലക്കെട്ടിടത്തിലായിരുന്നു ഉണ്ണിമാഷും സഹപ്രവർത്തകരും താമസിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ച കടുത്ത മഴയായതിനെ തുടർന്ന് സുരക്ഷയെ കരുതി 3 പേരും താമസം സ്കൂളിലേക്ക് തന്നെ മാറ്റി. അതിനിടയിൽ കഴിഞ്ഞ ദിവസം എമ്മയുടെ ചേച്ചി മരിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം നാട്ടിലേക്ക് പോയി. കൂട്ടുകാർ താമസം മേപ്പാടിയിലേക്ക് മാറ്റി. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് നാട്ടിൽ തുടരുന്നതിനിടെയാണ് ഇന്ന് ദുരന്തം അദ്ദേഹം അറിയുന്നത്. ഉടൻ ട്രെയിനിൽ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. 14 കിലോമീറ്റർ ചുറ്റളവിൽ തങ്ങളുടെ സ്കൂൾ മാത്രമാണുള്ളത്. ഗ്രാമത്തിലുള്ള എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി അറിയാം. വൈകിട്ട് നാട്ടിലെ പുരുഷന്മാരെല്ലാം ചൂരൽമല അങ്ങാടിയിൽ വരും. ഏറെ നേരം സംസാരിച്ചിരിക്കും. ഒത്തിരി സ്നേഹമുള്ളവരായിരുന്നു അവർ. നല്ല മനുഷ്യന്മാർ. എല്ലാം ഒരു രാത്രി കൊണ്ട് അവസാനിച്ചില്ലേ എന്ന് അദ്ദേഹം വേദനയോടെ ഓർക്കുന്നു. ഉരുൾപൊട്ടൽ നടന്ന വെള്ളാർമല പ്രദേശത്തെ 22 കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ 582 കുട്ടികളാണുള്ളതെന്നും അവരിൽ 22 കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും VHSSലെ പ്രിൻസിപ്പൽ ഭവ്യ ടീച്ചർ പറഞ്ഞു. 3:30 മണി മുതൽ കുട്ടികളെ വിളിക്കുന്നതാണ്. അതിൽ 39 കുട്ടികളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ 22 കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കുട്ടികൾ എല്ലാവരും സേഫാണ്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കറണ്ടില്ല. ചിലപ്പോൾ അവരുടെ ഫോണുകൾ നഷ്ടപ്പെട്ടതായേക്കാം, അല്ലെങ്കിൽ ചാർജ് തീർന്നു പോയതാകാം. ഭവ്യ ടീച്ചർക്ക് അതിനപ്പുറത്തേക്ക് ആ മക്കളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നു. 13 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ പിന്നീട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി. 22 കുട്ടികളെയും നിരന്തരം ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം സുരക്ഷിതരാണെന്നും ടീച്ചർ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് കൈകോർത്ത് നാടൊരുങ്ങുന്നു. ചൂരൽമലയിലെ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. കനത്ത മഴ തുടരുമ്പോഴും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കുകയാണ്. അതുപോലെ പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി നൽകിയിട്ടുണ്ട്. മഴയെ തുടർന്ന് തന്നെയാണ്. വയനാട്ടിലെ ദുരന്തം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗികമായ ദുഃഖാചരണം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു മുഖ്യമന്ത്രി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്പെഷ്യൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലെ 22 കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. ദുരന്തഭൂമിയിലെ മരണം 75 കടന്നു. 250ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. പാലം നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു.
ഒഡീഷയിൽ നിന്നെത്തിയ 2 വിനോദസഞ്ചാരികളെ കാണാനില്ല. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരും ദുരന്തമുഖത്ത് അകപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. വയനാടിന് ദുരിതാശ്വാസ സഹായമായി 5 കോടി അനുവദിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സംഘത്തെ സജ്ജീകരിക്കണമെന്നും തങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ സഹായവും ഉണ്ടാകുമെന്നും കർണാടകയും അറിയിച്ചിട്ടുണ്ട്. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ആളുകളെ മണിക്കൂറുകൾക്കകം അതിസാഹസികമായി ജനങ്ങൾ രക്ഷപ്പെടുത്തുകയാണ്. നേരത്തെ മണ്ണിൽ പുതഞ്ഞ് രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രക്ഷാപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന് അരികിലെത്താൻ സാധിക്കാതെ പോയത് കൂടുതൽ വഷളാക്കി പ്രശ്നങ്ങൾ. ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകളും തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ട് ഒഴുകുകയാണ് പുഴ. സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണിപ്പോൾ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. മലവെള്ളപ്പാച്ചിലിന്റെ ഒഴുക്ക് ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നെങ്കിലും ചെളിയിൽ ആഴ്ന്നു പോകുകയായിരുന്നു. മുട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിന്റെ മറ്റിടങ്ങളിൽ ഒഴുക്കുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി. ചെളിയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു ആ മനുഷ്യനെ. മണിക്കൂറുകളുടെ ആശങ്കകൾക്കൊടുവിൽ ആളെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന വെള്ളം ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്. ചെളിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തയാളെ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നിലവിൽ ചെളി അടിഞ്ഞുകൂടിയ സ്ഥലത്തിന് സമീപത്തെ മൺതിട്ടയിൽ സുരക്ഷിതമായി നിർത്തിയിരിക്കുകയാണ് കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. മുണ്ടക്ക UP സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇദ്ദേഹത്തെ മണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. മണ്ണിൽ കുടുങ്ങിയ ആളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളെ അടുത്തെത്തി ചെളിയിൽ നിന്നും പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഊത്തുമലയിൽ 24 മണിക്കൂറിൽ 372 മില്ലിമീറ്ററാണ് മഴ പെയ്തിറങ്ങിയത്. കാണാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അത് താങ്ങാൻ ഭൂമിക്ക് കഴിയാതെ വന്നാൽ ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടാകുമെന്ന് അവർ ആശങ്കിക്കുന്നു. ചൂരൽമലയിൽ നേരിയ വ്യതിയാനമുണ്ടായി. അതാണ് ഈ ദുരന്തത്തിന് പാത്രമായത്. രക്ഷപ്പെട്ട ആളുകൾ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ വളരെ വലുതാണ്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾക്ക് ഇന്നലെ നരകരാത്രിയായിരുന്നത്രേ. വയനാട്ടിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ കഴിയുന്ന പലരും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തെക്കാൾ ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാവുന്ന നടുക്കത്തിന്റെ ആഘാതത്തിലാണ്. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. രാത്രി 12 മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറന്നു നോക്കുമ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം പാഞ്ഞു വരുന്ന കാഴ്ച. മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ത്രീ പറഞ്ഞതിങ്ങനെ: ഞങ്ങളുടെ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു. ഏകദേശം 12 മണിയൊക്കെ ആയി കാണും. ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറന്നു നോക്കുമ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു. വാതിലടച്ച് മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചപ്പോഴേക്കും വെള്ളം വന്ന് ഇടിച്ചുപോയി. മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങളെല്ലാവരും വെള്ളത്തിനടിയിൽ പോയി. പൊന്തി. പിന്നെ ഏട്ടന്മാരൊക്കെ പിടിച്ചു. ഇരുട്ടല്ലേ, ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അടുത്ത വീട്ടിലോട്ട് പോയി. ഡ്രസ്സൊക്കെ മാറി. മോളുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുണിയൊക്കെ വെച്ച് കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ. മക്കളെയൊക്കെ ബെർത്തിലും കട്ടിലിലുമൊക്കെ കയറ്റി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന 5 പേരെ കാണാനില്ല. മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരും ആ ഭീകര രാത്രിയുടെ ഷോക്കിൽ നിന്ന് മുക്തമായിട്ടില്ല. മല്ലികയുടെ ബന്ധുക്കളായ 6 പേരെയാണ് കാണാതായത്. കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം ലഭിച്ചതായി വിവരമുണ്ട്. ബാക്കി 3 പേരെ കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വാതിലും മതിലും ഇടിഞ്ഞു പൊളിഞ്ഞു. വാതിലും മതിലും എല്ലാം തലയിലാണ് വീണത്. വീട്ടിലാകെ വെള്ളം നിറഞ്ഞു. ഭയങ്കര ശബ്ദമായിരുന്നു. ഭാര്യയെയും പെങ്ങളെയും മകളെയും കാണാനില്ല. മണിക്കൂറുകളോളം വീടിനുള്ളിൽ കുടുങ്ങി. ഞാൻ ഒരു തരത്തിലായിരുന്നു. ഒരു ഓരത്താണ് നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഒരുവിധം രക്ഷപ്പെട്ടത്. ചെളിയിൽ കിടന്ന് നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോഴാണ് ആളുകൾ രക്ഷിക്കാനെത്തിയത്. എല്ലാ രേഖകളും അടക്കം സർവ്വതും നശിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ അതിൻ്റെ ആവശ്യമുള്ളൂ. ചൂരൽമല സ്വദേശിയായ വയോധികന്റെ വാക്കുകളാണിത്. രാത്രി 1 മണിക്കാണ് ഉരുൾപൊട്ടിയത്. വീട്ടിനകത്തേക്ക് വെള്ളം അടിച്ചു കയറി. കമ്പികളും മരത്തടികളും ഇടിച്ചു കയറി. ഭാര്യ ചെളിയിൽ കുടുങ്ങി. വലിച്ചിട്ട് കിട്ടിയില്ല. വാടകക്കാരനായ യുവാവ് എത്തിയാണ് ഭാര്യയെ രക്ഷിച്ചത്. പിന്നീട് തൊട്ടടുത്ത മകന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. അവരും ഭയന്നിരിക്കുകയായിരുന്നു. രാത്രി ഞങ്ങൾ എല്ലാവരും നടന്ന് റോഡിലെത്തി. മറ്റൊരു വീട്ടിൽ അഭയം തേടി. ദേഹത്തെ ചെളിയെല്ലാം കഴുകിക്കളയുന്നതിനിടയിൽ രണ്ടാമതും ഉരുൾപൊട്ടിയെന്ന വിവരം അറിഞ്ഞു. അതോടെ അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു വണ്ടി കിട്ടി.
അതിൽ കയറി രക്ഷപ്പെട്ടു. ഭാര്യ ഇപ്പോഴും ICUവിലാണ്. ചൂരൽമല സ്വദേശിയായ സുലൈമാന്റെ വാക്കുകൾ. കുട്ടികളടക്കം 8 പേർ വീട്ടിലുണ്ടായിരുന്നു. ഒരു കുട്ടി ഒലിച്ചുപോയി, ഒരിടത്ത് തങ്ങി നിന്നു. കുട്ടിക്ക് തലയിടിച്ച് പരിക്കുണ്ട്. വീട്ടിലുണ്ടായിരുന്ന ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബാക്കിയുള്ളവർ ചികിത്സയിലാണെന്നും ചൂരൽമല സ്വദേശിയായ പെൺകുട്ടിയുടെ വാക്കുകൾ. അതേസമയം മറ്റു ചിലരാകട്ടെ ദുരന്ത ഭൂമിയിൽപ്പെട്ട തങ്ങളുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതെ നിസ്സഹായതയിലാണ്. എൻ്റെ ബാപ്പയും സഹോദരന്റെ മകനും അവിടെ മരിച്ചു കിടക്കുവാണ്. ഒരാൾ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. സഹോദരന്റെ മകൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് ഇർഷാദും ബന്ധുക്കളും. ദുരന്ത ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്കരികിലേക്ക് എത്താനാകാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇർഷാദ്. 1.5 കിലോമീറ്റർ പോയാലേ അങ്ങോട്ട് എത്താൻ സാധിക്കൂ. അതിന് പുഴ കടക്കണം. ഹെലികോപ്റ്റർ അല്ലാതെ അങ്ങോട്ട് കടക്കാനാകില്ല എന്നും ഇർഷാദിന്റെ വൃദ്ധ സഹോദരൻ പറഞ്ഞു. എൻ്റെ വാപ്പയും ഏട്ടനും ഏട്ടൻ്റെ മകനും പെങ്ങളുടെ മകനുമാണ് മരിച്ചു കിടക്കുന്നത്. സ്ലാബിനടിയിൽ കിടക്കുന്ന ആൾക്ക് ജീവനുണ്ട്. അവനെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിനെയോ ആരെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഇർഷാദും ബന്ധുക്കളും ചോദിക്കുന്നു. എന്തൊരു വേദനാജനകമായ കാഴ്ചയാണിത്. നന്ദി.